നമ്മളെ പഴയ കാലത്തൊക്കെ വയല് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, ഷുജായി മൊയ്തു മൗലവി പറഞ്ഞ ഒരാൾ. വയല് പറയും, പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നു ഒരു കൊട്ട. ഷുജായിയുടെ പാട്ടാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായിയുടെ പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വയല് പറയും. അങ്ങനെ മൂപ്പര് ഉംറക്കും ഹജ്ജിനും പോയി മക്കത്തേക്ക്. ഉംറ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മദീനത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഉണ്ടോ, അത്ര മതി ശ്രദ്ധ പോവാൻ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ മനുഷ്യന്മാർ, അത്ര മതി. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ കുട്ടികൾ പഠിക്കാത്തതിന് എന്താ പറഞ്ഞിട്ട് കാര്യം? നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, എന്നാലേ പറയുള്ളൂ. നിങ്ങൾ വേറെ എടുക്കൊന്ന് നോക്കിയാൽ ഞാൻ തമാശയൊക്കെ പറയാം, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കാം. അതുകൊണ്ട് ഇവിടെ നോക്കിയാലേ പറയണം. അപ്പോൾ ഷുജായി ഉംറക്ക് പോയി, ഹജ്ജിന് പോയി. ഹജ്ജിനെ ഉംറക്കാന്നറിയില്ല, എന്തായാലും പോയി. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദുആ, പടച്ചോനെ അള്ളാഹുവേ, എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അല്ലാ. മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷേഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷുജായി, നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചിങ്ങാണ്ട് വരും. അപ്പം ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക. അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു. നേരം വെളുത്തു. ഷുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ടിങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മൂപ്പര് തസ്ബീഹ് കുറേ നടന്നു നോക്കി, ചോദിക്കണില്ല. അത് കീശയിലിട്ടിട്ട് മൂപ്പര് പോന്നു നാട്ടിലേക്ക്. നാട്ടിൽ വന്ന് വയല് പറയാൻ തുടങ്ങി. വയലിനൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വയല് കഴിഞ്ഞാൽ ഹൈദർസ്വലിയുടെ വണ്ടിക്കാണ് മൂപ്പര് പോയിന്ന്. ഹൈദർസ്വലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടിക്ക് കയറലാണ് ഹൈദർസ്വലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി. നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയലിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയൽ കഴിഞ്ഞിട്ടിങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാല തന്നാൽ മതിയായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെ ഒരു തസ്ബീഹ് മാല ഉള്ളൂ, അത് അങ്ങനെ തരാനുള്ള എല്ലാവരും, അതങ്ങനെ ഒന്നേ ഉള്ളൂ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ് മാലല്ല. അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ട ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിൽ മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ് മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തുനിന്ന് നബി തങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ് മാലല്ലേ, അതിട് തരീന്നാ പറഞ്ഞത് പറഞ്ഞു. കച്ചവടക്കാർ മോശക്കാരൊന്നുമല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. 2 കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാർക്ക്, വേറൊന്ന് കച്ചവടക്കാർക്കും. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യിന, അമ്പിയാക്കളോടൊപ്പവും, വസ്സുദ്ദീഖീന, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ. പക്ഷെ 2 നിബന്ധനയുണ്ട് കച്ചവടത്തിന്. 1 വിശ്വസ്തത, 2 സത്യസന്ധത. അത് 2 ഉണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. ഏത് സംഗതി അങ്ങനെയാണ്. നല്ല സാധനം കേടെന്നാലാണ് പറ്റരപ്പാകുക. മൂല്യന്മാരാരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നം. തോണ്ടാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. നല്ല കേടെന്നാൽ പറ്റരപ്പായി. അങ്ങനെ ബിരിയാണി കേടെന്നാൽ ചോറ് കേടെന്ന മാതിരി ആവില്ല, അടുത്തു കൂടെ പോകാൻ പറ്റൂല. മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്ത മാതിരി ആവില്ല, അടുത്തു കൂടെയാണ് പോകാൻ പറ്റൂല.
നല്ലത് കേടുന്ന പറ്റരപ്പായി. അതന്നെയാണ് കച്ചവടത്തിനുള്ളത്. നല്ലതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്താജിറു കച്ചവടക്കാരൻ, അസ്സദൂഖു സത്യസന്ധൻ, അൽ അമീനു വിശ്വസ്തൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ നബിമാരോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമാകുന്നു. രണ്ട് കാര്യം വേണം. ഒന്ന് സത്യസന്ധതയുണ്ടായിരിക്കണം, രണ്ട് വിശ്വസ്തതയുണ്ടായിരിക്കണം. രണ്ടും രണ്ടാണ്, ഒന്നല്ല. രണ്ടാണ്. സത്യസന്ധത വേറെയാണ്, വിശ്വസ്തത വേറെയാണ്. കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ, പക്ഷെ സത്യസന്ധനായിക്കോണമെന്നില്ല. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം. അതാണ് കച്ചവടത്തിൻ്റെ മാനദണ്ഡം. സത്യസന്ധനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ. രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും. വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. വിൽക്കണവനും ലാഭം വേണം, വാങ്ങണവനും ലാഭം വേണം. അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. ഓൻ്റെ അടുത്ത് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ടും കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും. ഉണ്ടാവും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. 5 സെൻറ്റ് 10 സെൻറ്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പടി ഇപ്പടി. ഇതാണ് പരിപാടി. സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളീൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി. ഇവിടെ അല്ല, ഉള്ളിലെവിടെയാണ്. സെൻറ്റിന് 2 ലക്ഷം റുപ്യ, 10 സെൻറ്റിന് 20 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി. വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി, അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച്, ലേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിന് കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണതൊക്കെ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു, ഒന്നാണ്ട് ഉഷാറാക്കി. പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ തറടണമെന്ന് കരുതിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു. ഓൻ പള്ളിക്കൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കണ്ടു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ സ്ഥലം പരതാന്ന് ചോദിച്ചു. അത് നമ്മളെ മൈമുട്ടി ഹാജിയുടെയാണ് പറഞ്ഞു. വിൽക്കാനുള്ളതാണോ ചോദിച്ചു. ആ, മൂപ്പർക്ക് ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റിനൊക്കെ ഇടപാടുണ്ട്, കച്ചവടത്തിനുള്ള തന്നെയാണ്. മൈമുട്ടി ഹാജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മൈമുട്ടി ഹാജി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള 10 സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പിന്നെ എന്നോട് പറയാം, ഞാനത് 20 ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ച് ക്ലിയറാക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി. എന്നാൽ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു 50,000 റുപ്യേൻ്റെ ചിലവുണ്ട്. 20,50,000 റുപ്യ. ഞാനതൊരു 25 ലക്ഷം റുപ്യ തന്ന് ആനക്കണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തേലും കുറേന്ന് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് എന്തേലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ, അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ, അതുകൊണ്ട് ഒരു 25 റുപ്യ. ഓൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി. 1-2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മൾ ആ പള്ളീൻ്റെ നേരെ ബാക്കിലുള്ള മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ കൊല്ലൊന്ന് തറട്ടുങ്ങാണ്ട് പോകണമെന്ന് കരുതി വന്നതാണ്, വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ, ലാഭമാണ്. അതാ ലാഭം. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മോക്ക ഞാൻ ആ മൈമുട്ടി ഹാജിയുടെ സ്ഥലം ഒന്ന് നോക്കിയിട്ടുണ്ട്, അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അമ്മോൻ പറഞ്ഞു അത് വാങ്ങിക്കോ, എന്തുകൊണ്ടും ലാഭമാണ് എന്ന്. വാങ്ങണവന് ലാഭമായി, കൊടുക്കണവന് 4.5 ലക്ഷം റുപ്യ ലാഭമായി. ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യിബുമായ മുതൽ എന്ന് പറയും.